Hi friends, welcome to creationz. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് രണ്ട് പ്രോഡക്റ്റിന്റെ റിവ്യൂവുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് രണ്ട് പ്രോഡക്റ്റാണ് കേട്ടോ. രണ്ട് പ്രോഡക്റ്റ് എനിക്ക് ഓഫർ പ്രൈസിന് കിട്ടിയതാണ്. ലുലു മാളിൽ എറണാകുളത്ത് ലുലു മാളിൽ പോയപ്പോൾ അവിടെ ഓഫർ പ്രൈസിന് 500 സംതിങ്ങിന് കിട്ടിയ പ്രോഡക്റ്റാണ്. ഒന്നൊരു മിനി ചോപ്പറും രണ്ട് ഒരു കോക്കനട്ട് സ്ക്രാപ്പറും. ഫസ്റ്റ് ഞാനിതിനെക്കുറിച്ച് പറയാം. ഒരു മിനി ചോപ്പർ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് ഈ ബീറ്റ്റൂട്ട് തോരനൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോഴൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിനകത്തൊരു ബ്ലേഡ് ഉണ്ട്, നല്ല മൂർച്ചയുള്ള ബ്ലേഡ് തന്നെയാണ്. ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്ത് നമുക്ക് എന്താണോ സ്ലൈസ് ചെയ്യേണ്ടത് ആ ഐറ്റം ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്ത് ചെറിയൊരു പീസായിട്ട് സ്ലൈസ് ചെയ്ത് ഇതിനകത്തേക്ക് ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് ഇവിടെ ഒരു സംഭവമുണ്ട് കണ്ടിട്ടുണ്ട്. അത് നന്നായിട്ട് വലിച്ചാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് ചോപ്പായിട്ടായിരിക്കും അത് കിട്ടുന്നത്. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ആ വീഡിയോയിലിട്ടാലും പോകാം. ആദ്യം ഞാൻ ചെയ്യുന്നത് ബീറ്റ്റൂട്ട് ചെറിയൊരു പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ സവാളയും ഭയങ്കരമായ ചെറിയ പീസസ് അല്ല, എന്നാലും ഏകദേശം ഒരു പീസാക്കി വെച്ചിട്ടുണ്ട്. ഇതിലിടാൻ വേണ്ടി കണക്കിന് പീസാക്കിയതാണ്. ജസ്റ്റ് നമുക്കിതെല്ലാം ഇതിനകത്തോട്ട് ഇടാം. ഫസ്റ്റ് ഞാൻ ഇടുന്നത് ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് ഇട്ട് നന്നായിട്ട് അടിച്ച് കാണിച്ച് തരാം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് ചതഞ്ഞ് പോവുകയോ അങ്ങനെയൊന്നുമില്ല. കറക്റ്റ് നല്ല ഒരു സ്മോൾ സ്ക്വയർ പീസസ് എന്ന് തന്നെ പറയാം. ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. കറക്റ്റ് ബീറ്റ്റൂട്ട് തോരനൊക്കെ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. നന്നായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കുലുക്കി എടുത്തു കഴിഞ്ഞാൽ സാധനം റെഡിയാണ്. കാണിച്ചു തരാം. ഇത് നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ആവത്തില്ല. നമ്മൾ ജോലിക്കിടയിലായിരിക്കുമല്ലോ തോരനും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ടൈം ഒരുപാട് ഇതിന് വേണ്ടി സ്പെൻഡ് ആവില്ല. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഞാൻ എടുത്തു വെച്ച ബീറ്റ്റൂട്ട് ഉണ്ടല്ലോ, നല്ല ചോപ്ഡ് പീസസായി. ഇനി ഞാൻ സവാള കൂടി ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക്. സവാളയും നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉള്ളിക്കറി ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്നാൽ അരിഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് നമുക്ക് ടൈം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കറി വേഗം തന്നെ ഉണ്ടാവുകയും ചെയ്യും. കാണിച്ചു തരാം. ഇനി സവാള എങ്ങനെയാണ്. സവാളയും ഒരുപാട് ചതഞ്ഞ് പോകത്തില്ല, പീസസ് ആയിട്ട് തന്നെ കിട്ടും. നല്ല ഒരു അടിപൊളി പീസസ് ആയിട്ട്. കണ്ടില്ലേ, ബീറ്റ്റൂട്ടിൻ്റെ കളറാണ് റെഡായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരുന്നതാണ്. തോരനും വിഴുക്കിനൊക്കെ ആകുമ്പോൾ നമുക്ക് വീണ്ടും കഴുകി മാറ്റണ്ടല്ലോ, ഒരുമിച്ച് തന്നെ ചെയ്യാം. ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ തന്നെ ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ്, ഈസിയാണ്. അപ്പോൾ മിനി ചോപ്പറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വാങ്ങാമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഞാൻ 1 വർഷമായിട്ട് യൂസ് ചെയ്യാണ്. എനിക്ക് വേറെ ഒരു പ്രോബ്ലം ഇതിന് പറ്റിയിട്ടില്ല. അതുപോലെ ഇത് കഴുകാനും വളരെ എളുപ്പമാണ്. കാരണം ഈ ബ്ലേഡ് സെപ്പറേറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ മിക്സിയോ അങ്ങനെയൊക്കെ പ്രോബ്ലം പോലെ കഴുകുന്നതിന് വേറെ കൈ അതിൻ്റെ ഇടയിലാവും, അങ്ങനെയൊന്നും പ്രോബ്ലം ഇല്ല. ഈ ബ്ലേഡ് മാറ്റിക്കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതുപോലെ കറണ്ട് ഇല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങി നോക്കുക. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. ഇനി ഞാൻ പറയുന്നത് കോക്കനട്ട് സ്ക്രാപ്പറിനെ കുറിച്ചാണ്. ഇതൊരു വാക്വം ബേസ്ഡ് ആണ്. അതായത് നമ്മൾ നനവില്ലാത്ത സ്ഥലത്ത് ഇത് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് ഈ ഒരു സംഭവമല്ലേ, ഇതൊന്നും നന്നായിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോൾ ഇതങ്ങ് നമ്മൾ എവിടെയാണ് ടെയിലാണെങ്കിൽ ടെയിലിൽ അവിടെ അങ്ങ് ഉറച്ചിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ കോക്കനട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കറക്കി എടുക്കാം. ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പ്ലേറ്റിൽ കോക്കനട്ട് സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഇല്ല. ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഈ ഒരു പോർഷനിലോട്ട് വെച്ചിട്ട് ഇവിടെ ഇല്ലേ, ഇതൊന്ന് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് നമ്മൾ വാക്വം ആക്കുന്നത്. ഇപ്പോൾ ഇത് വാക്വം പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കോക്കനട്ട് എടുക്കാം, നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ഞാൻ തയ്യാറാക്കി. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് കൂടിയുണ്ട്.
ഇതിൻ്റെ മെയിൻ ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വാഷ് ചെയ്തില്ല എങ്കിൽ ഇത് കണ്ടില്ലേ ഇതിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ വാക്യൂം കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. പിന്നെ വേറൊരു ഡീമെറിറ്റും കൂടെ ഉണ്ട്. ഞാൻ ഒരു 2 മാസമൊക്കെ ഞാനിത് യൂസ് ചെയ്തതിന് ശേഷം അതായത് കണ്ടിന്യൂസ് ഞാനിതിലായിരുന്നു സ്ക്രാപ്പ് ചെയ്യണമായിരുന്നു. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ഒരു ലീഫ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ ഈ ഒരു ലീഫ് ഇളകിപ്പോയായിരുന്നു. എൻ്റെ മാത്രമല്ല ഞാനും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ഒരുമിച്ചാണ് ഈ ഒരു കോക്കനട്ട് സ്ക്രാപ്പർ വാങ്ങിയത്. ഞങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു പ്രോബ്ലം പറ്റി. ഈ ഒരു ലീഫ് ഇളകിപ്പോയി. പിന്നെ ഞങ്ങൾ വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കണ്ടില്ലേ ഇതുപോലെ വെൽഡ് ചെയ്താണ് എടുത്തത്. അതൊരു ഡീമെറിറ്റായിട്ട് തന്നെ പറയാം. കാരണം ഓവർ യൂസാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങുന്നവർ ജസ്റ്റ് അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഷുവർ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വാങ്ങുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രോഡക്റ്റ്സിൻ്റെ റിവ്യൂ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളാണ് എന്ന് തോന്നുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.